നമസ്കാരം. ഹരിശ്രീ അക്കാഡമിയുടെ മാത്സ് വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹരണം എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളതാണ്. ഹരണം എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്ന് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് ഹരണം, എന്തിനാണ് ഹരിക്കുന്നത്? ഹരിക്കുന്നത് എന്തിനാണ്? നമ്മൾ ഭാഗിക്കുക, വീതിക്കുക, ഡിവൈഡ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയും. എന്താണ് ഈ ഹരണം, ഭാഗം, ഡിവിഷൻ, ഡിവൈഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുള്ള മീനിങ്? നമുക്ക് വീതം വയ്ക്കുക എന്നുള്ള ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഹരണം പഠിക്കുന്നത്. വീതിക്കുക, വീതം വയ്ക്കുക എന്നുള്ള ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ 50 രൂപയുണ്ട്. 50 രൂപയുണ്ട്, നമുക്ക് 5 പേർക്ക് വീതിച്ചു കൊടുക്കണം. സിമ്പിളായിട്ട് നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും. 50 രൂപയാകുമ്പോൾ 10 രൂപ വെച്ച് 5 പേർക്ക് കൊടുത്താൽ മതിയാകും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന, അതായത് നമുക്ക് എന്തെങ്കിലും ഉണ്ട്, അതിങ്ങനെ പങ്കുവയ്ക്കുക അല്ലെങ്കിൽ വീതം വയ്ക്കുക അല്ലെങ്കിൽ ഭാഗിച്ചു കൊടുക്കുക, ആ ഒരു സമയത്താണ് നമുക്ക് ഹരണത്തിൻ്റെ ആവശ്യകത. അപ്പോൾ ഹരണക്രിയ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തറിഞ്ഞിരിക്കണം? ടേബിള് മനഃപ്പാഠമായിരിക്കണം, അതായത് പട്ടിക മനഃപ്പാഠമായിരിക്കണം. മൾട്ടിപ്ലിക്കേഷൻ ടേബിള് പഠിച്ചിട്ടില്ലാത്തവർ അത് മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുക. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മനഃപ്പാഠമാക്കാൻ എങ്ങനെ എളുപ്പത്തിന് മനഃപ്പാഠമാക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ട്യൂട്ടോറിയൽ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം ചെറിയ സംഖ്യ കൊണ്ട് ഹരിക്കാം. അപ്പോൾ 1 കൊണ്ട് ഹരിക്കാൻ നമുക്കറിയാം. 1 കൊണ്ടും 0 കൊണ്ടും ഹരണം നമുക്കറിയാം. എന്താണ്? 1 കൊണ്ട് ഹരിച്ചാൽ അതേ സംഖ്യ തന്നെയാണ്. 0 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ അതിനൊരു ആൻസർ ഇല്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സംഖ്യയെ 0 കൊണ്ട് ഹരിക്കുന്ന ഒരു സ്റ്റെപ്പ് നമ്മുടെ കണക്കുകളിൽ വരത്തില്ല. ഓക്കെ, അപ്പോൾ 1 കൊണ്ട് ഹരിക്കുക. 1 കൊണ്ട് ഹരിക്കാനൊന്നുമില്ല, അതേ സംഖ്യ തന്നെ എഴുതിയാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ 2 പോകാം. ഓക്കെ, ഹരണം 2, ഹരണം 2 വെച്ചിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഹരിക്കുക, 2 കൊണ്ട് ഹരിക്കുക എന്നൊരു കൺസെപ്റ്റ് വരും. സന്ദർഭം ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ 2 കൊണ്ടാണ് നമുക്ക് ഹരിക്കേണ്ടെങ്കിൽ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? 2ൻ്റെ പട്ടിക അറിഞ്ഞിരിക്കണം. അപ്പോൾ 2ൻ്റെ പട്ടിക നമുക്ക് നോക്കാം. 1 2 2. 2ൻ്റെ പട്ടിക എളുപ്പമാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 4 6 8 എന്നും പറഞ്ഞ് എഴുതിയാൽ മതി. എല്ലാവർക്കും അറിയാവുന്നതാണ്. 2 2 അല്ലേ, 3 4 5 6 7 8 9 10. 10 വരെയുള്ള സംഖ്യകൾ മതിയാകും. ഓക്കെ, 10 വരെയുള്ള ടേബിൾ നമ്മൾ പഠിച്ചാൽ മതി. അപ്പോൾ 1 ഗുണം 2 എന്ന് വെച്ചാൽ 1നെ 2 തവണ എടുക്കുക. 1നെ 2 തവണ എടുക്കുമ്പോൾ എന്താ കിട്ടുക? 2 കിട്ടും. അപ്പോൾ 1 ഗുണം 2 2. 2 ഗുണം 2 എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? 2നെ 2 തവണ എടുക്കുക എന്നുള്ളതാണ്. 2നെ 2 തവണ എടുത്താൽ എത്ര കിട്ടും? 4. 3 2 തവണ എടുത്തു കഴിഞ്ഞാൽ 6. ആ ഒരു കൺസെപ്റ്റാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് പഠിക്കാൻ എന്താ? 2 4 6 8 0. നമ്മളിതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. 2 4 6 8 0. 2 4 6 8, പിന്നെ 10 അല്ലേ വരിക? 10 12 14 16 18, ഇവിടെ കുറഞ്ഞു 20. ഓക്കെ, ടേബിൾ എങ്ങനെ എഴുതാമെന്നുള്ളത് നമ്മൾ വേറെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടേബിൾ നിങ്ങൾ മനഃപ്പാഠമാക്കി വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നുള്ള സങ്കല്പത്തിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു 2ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ 1ാം ക്ലാസ്സിൻ്റെ മുകളിലോട്ടുള്ള കുട്ടികൾക്ക് എന്തറിയാം? ടേബിള് അറിയണം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് ടേബിളുകളൊക്കെ അറിയാം, പക്ഷേ എല്ലാവർക്കും ഹരിക്കാൻ അറിയത്തില്ല. 10ാം ക്ലാസ്സിലായവർക്ക് പോലും ഹരിക്കാൻ അറിഞ്ഞുകൂടാത്ത സന്ദർഭമുണ്ട്. ഹരിക്കാൻ മറന്നുപോയവരുണ്ട് പലരും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് ഓർത്തെടുത്ത് നോക്കാം. ഓക്കെ, അറിഞ്ഞുകൂടാത്തവർക്ക് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു സംഖ്യയെ നമ്മൾ ഹരിക്കാനായിട്ട് എഴുതുന്നു. ഒരു ചെറിയ സംഖ്യ നമുക്ക് എടുക്കാം. ആദ്യം 24 ഹരണം 2. 24 ഹരണം 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചിന്തിക്കാം. 24നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 24 2 ആയിട്ട് ഭാഗിക്കുക. അതിൽ 2 പേർക്ക് ഭാഗിച്ചു കൊടുക്കുക എന്ന് ചിന്തിച്ചാലും മതി. ഭാഗിക്കുന്നതിന് നമ്മൾ എങ്ങനെ എഴുതുക? ഇങ്ങനെയായിരിക്കും എഴുതുക, അല്ലേ? 24 24 2 കൊണ്ടുവരും. അപ്പോൾ 2 ഇവിടെ എഴുതണം. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ ആദ്യത്തെ സംഖ്യയെ നോക്കണം. 2 ആണ്. ഇപ്പോൾ 2 ഇവിടെ വെളിയിൽ 2 കൊണ്ടാണ് ഭാഗിക്കുക. 2 കൊണ്ട് ഭാഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വീതം എടുക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ 2ൽ നിന്ന് എത്ര 2 എടുക്കാൻ പറ്റും? 2ൽ നിന്ന് ഒരു 2 നമുക്ക് എടുക്കാൻ പറ്റും. ഒരു 2 2. അപ്പോൾ
2 1 ഇവിടെ എഴുതുക. ആ ഉത്തരം 1 2 2 1 2 2 എന്നുള്ള ഈ ആൻസർ നമ്മൾ ഇവിടെ എഴുതണം. ഓക്കെ, ഇനി ഒരു വര വരയ്ക്കുക, കുറയ്ക്കുക. ഇത് രണ്ടും കൂടെ കുറയ്ക്കുക. 2 2 പോയാൽ എത്രയാ? 0. ഓക്കെ, ഇനി അടുത്തത് ഈ 4നെ താഴെ ഇറക്കി എഴുതുക. 4 4 4ൽ എത്ര 2 ഉണ്ട്? ഒരു തവണ 2 എടുക്കുമ്പോൾ 2, 2 തവണ 2 എടുക്കുമ്പോൾ 4. അപ്പോൾ ഈ 2 തവണ 2 എടുക്കുമ്പോൾ 4. ഈ 2 തവണ 2 എന്നുള്ള ഈ 2 നമ്മൾ എവിടെ എഴുതും? ദാ ഇവിടെ എഴുതും. ഓക്കെ, അപ്പോൾ 4 4 ഈ 4ആണ് ഇവിടെ എഴുതുന്നത്. അതിൻ്റെ ഉത്തരമായ 4. ഇനി എന്ത് ചെയ്യുക? കുറയ്ക്കുക. 4ൽ നിന്ന് 4 കുറച്ചാൽ എത്രയാ? 0. അപ്പോൾ ഹരണഫലം 12 ശിഷ്ടം 0. ഓക്കെ, ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് ഇതുപോലെ വേറെ ഒരു 3 അക്ക സംഖ്യ നോക്കാം. 6 4 8 ഭാഗം 2. അപ്പോൾ 648 ഹരണം 2 ആണ്. 648 ഡിവൈഡഡ് ബൈ 2, അല്ലെങ്കിൽ 648 ഹരണം 2. 648 ഡിവൈഡഡ് ബൈ 2. 2 ഇവിടെ എഴുതുക. ആദ്യത്തെ നമ്പർ നമ്മൾ സെലക്ട് ചെയ്യുക. ആദ്യത്തെ നമ്പർ ആരാണ്? 6 ആണ്. സോ 2ൻ്റെ ടേബിൾ നമ്മൾ പറഞ്ഞു നോക്കുക. 1 2 2 2 2 4 3 2 6 3 2 6. അപ്പോൾ 3 2 6. ആ 3 എവിടെ എഴുതും? 3 ഇവിടെ എഴുതും. ഹരണഫലം. അല്ലെങ്കിൽ എത്ര 3 എടുക്കാൻ പറ്റും? എത്ര 2 എടുക്കാൻ പറ്റും? 6ൽ നിന്ന് 3 2 എടുക്കാൻ പറ്റും അല്ലേ? 6ന്ന് 1 2 എടുക്കുമ്പോൾ അതാരായി? 1 2 എടുക്കുമ്പോൾ അതാരായി? 4 എടുക്കാന്ന് വെച്ചാൽ കുറയ്ക്കാമല്ലേ? പിന്നെയും 1 2 എടുക്കുമ്പോൾ എത്രയായി? അത് 2 ആയി. ഇനി എത്ര 2 എടുക്കാൻ പറ്റും? 1 2 കൂടെ എടുക്കാൻ പറ്റും. അപ്പോൾ 1 2 കൂടെ കുറച്ചു. അപ്പോൾ അത് 0 ആയപ്പോൾ 1 അല്ലേ? 2 3 3 2 എടുക്കാം. അതുകൊണ്ടാണ് 3 2 6 എന്ന് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ 3 2 6. 6 എവിടെ എഴുതും? ഫലം ഇവിടെ. ഹരണഫലം 3. ആ കിട്ടിയ ആൻസർ ഇവിടെ എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും? കുറയ്ക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ 4നെ ഇനി താഴെ ഇറക്കി എഴുതും. 4. ഓക്കെ, ഇനി 4ൽ എത്ര 2 ഉണ്ടെന്ന് വേണം നോക്കാൻ. 4ൽ എത്ര 2 ഉണ്ട്? 1 2 2 2 2 4. അപ്പോൾ 2 ഇവിടെ എഴുതുക, 4 ഇവിടെ എഴുതുക. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. 4ൽ 4 കുറച്ചു. എത്രയാ? 0. ഇനി അടുത്തത് 8 താഴെ ഇറക്കി എഴുതുന്നു. 8 താഴെ ഇറക്കി എഴുതുന്നു. ഇനി പട്ടിക പറഞ്ഞു നോക്കുക. 1 2 2 2 2 4 3 2 6 4 2 8 4 2 8. അപ്പോൾ ഇവിടെ 4 എഴുതുന്നു. ഇവിടെ 4 2 4 2 8 8 താഴെ എഴുതുന്നു. 8 നെട്ടെന്ന് കുറച്ചു. എത്രയാ? 0. അപ്പം ഹരണഫലം എത്ര കിട്ടി? ഹരണഫലം 324. ശിഷ്ടം ഇല്ല, 0. ഇല്ല എന്ന് പറഞ്ഞ കണക്കിൽ എന്താ പറയുക? 0. റിമൈൻഡർ. അപ്പം നമുക്കിവിടെ 0 എന്ന് കിട്ടി. നമുക്കൊരു കണക്കൂടെ നോക്കാം അല്ലേ? ഈ മോഡല്. ഓക്കെ, ഒരു 4 അക്ക സംഖ്യ തന്നെ ഇടാം അല്ലേ? 8 4 4 6. ഓക്കെ, ഡിവൈഡഡ് ബൈ 2 ഹരണം 2. ചെയ്ത് നോക്കാം. എവിടെ ചെയ്യാം? നമുക്ക് ഇവിടെ ചെയ്യാം അല്ലേ? 8 4 4 6 ഹരണം 2. ചെറുതായിട്ട് ചെയ്യേണ്ടി വരും, കാര്യം സ്ഥലക്കുറവ്.
ഓക്കെ, പട്ടിക പറയുക. ആദ്യം നമ്മൾ ആരെ എടുക്കും? ഈ 8നെ എടുക്കുക. ആദ്യം കിടക്കുന്ന സംഖ്യ ആദ്യം എടുക്കും. 8 വരെ ടേബിൾ പറയുക. അപ്പോൾ 2, 1 2 2, 2 2 4, 3 2 6, 4 2 8. അപ്പോൾ 4 4 2 8. 4 എവിടെ എഴുതും? ഇവിടെ എഴുതും. ആ ഉത്തരമായ 8 എവിടെ എഴുതും? ഇവിടെ എഴുതും. ഇനി എന്ത് ചെയ്യണം? കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ 0. ഇനി ആരെ താഴെ ഇറക്കി എഴുതും? അടുത്ത ആളിനെ തപ്പുക. അടുത്ത 4നെ താഴെ ഇറക്കുക. 4 താഴെ വന്നു. എത്രയാ? 2 2 4. അപ്പോൾ ഈ 2 എവിടെ എഴുതും? ഈ 2 നമ്മൾ ഇവിടെ എഴുതും. ഉത്തരമായ 4 എവിടെ എഴുതും? ഇവിടെ എഴുതും അല്ലേ? 2 2 4. ഇനി എന്ത് ചെയ്യും? കുറയ്ക്കും. കുറയ്ക്കുമ്പോഴോ 0. 4 4 പോയാൽ 0. ഇനി അടുത്ത 4നെ പിന്നെ ഇറക്കി എഴുതാം. നമ്മൾ 4ന്റെ ടേബിൾ ഇപ്പോൾ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഓർമ്മ നിൽക്കും. എത്ര? 2. 2 എവിടെ എഴുതും? ദാ ഇവിടെ എഴുതും. അത് കഴിഞ്ഞിട്ട് 4 ഇറക്കി എഴുതുക. 4 ഇറക്കി എഴുതിയതിന് ശേഷം 2 ഇവിടെ എഴുതുക അല്ലേ? എന്ത് ഫാസ്റ്റ് ആയിപ്പോയി. അപ്പം 4 താഴെ ഇറക്കി എഴുതുക. 4 2 2. ഇത് 2 വെച്ച് നോക്കും. 2 2 4. 2 2 ചേരുമ്പോഴാണ് 4. അപ്പോൾ 2 ഇവിടെ എഴുതി. ഇനി 2 2 4. ഈ 4 നമ്മളിവിടെ എഴുതണം. ഇവിടെ എഴുതണം. അപ്പോൾ ഇത് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി? 0. 4 4 പോയാൽ 0. ഇനി അടുത്ത ആരെ ഇറക്കി എഴുതണം? ഈ 6നെ താഴെ ഇറക്കണം. അപ്പം 6 താഴെ വന്നു. ഇവിടെ വന്നു. 6ൽ എത്ര 2 ഉണ്ട്? 1 2 2, 2 2 4, 3 2 6. 3 2 ചേരുമ്പോഴാണ് 6. അല്ലെങ്കിൽ 6ന്ന് 3 2 നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം 3 എവിടെ എഴുതും? ഇവിടെ എഴുതും. 3 2 6. 3 2 6. ബാക്കി 0 അല്ലേ? ബാക്കി നമുക്ക് 0 കിട്ടി. അപ്പോൾ ഹരണഫലം എത്ര കിട്ടി? 4 2 2 3. ശിഷ്ടം എത്ര കിട്ടി? ശിഷ്ടം 0. ഇപ്പോൾ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം നമുക്ക് ആദ്യം തന്നെ പറയാൻ പറ്റും. എങ്ങനെ പറയാൻ പറ്റും? അവസാനത്തെ സംഖ്യ ഇരട്ട സംഖ്യയാണെങ്കിൽ ശിഷ്ടം 0 ആയിരിക്കും അല്ലേ? അവസാനത്തെ സംഖ്യ ഇരട്ട സംഖ്യ ആണെങ്കിൽ അത് 2ന്റെ ഗുണിതമായിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ശിഷ്ടം 0 ആയിരിക്കും. സോ 2 4 6 8 അവസാനിച്ച് കഴിഞ്ഞാൽ ശിഷ്ടം എന്ത് തന്നെ ആയിരിക്കും? 2 കൊണ്ട് ഹരിക്കുമ്പോൾ 0 തന്നെ ആയിരിക്കും. ഹരണഫലം നമ്മൾ നോക്കുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഹോംവർക്ക് ക്വസ്റ്റ്യൻ കൂടെ നോക്കാം, അല്ലെങ്കിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ കണക്ക് ഹരണക്രിയയൊക്കെ വൃത്തിയായിട്ട് പഠിക്കണം എന്നുള്ളവർ ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളിതിൽ കമൻ്റായിട്ട് ഇട്ടാൽ മതി. ഓക്കെ, ആൻസർ 8 4 2 4. 8424 divided by 2. 8424 divided by 2. അടുത്ത ക്വസ്റ്റ്യൻ 6 8 2 4. ഇതിൽ എല്ലാ നമ്പറും നമ്മൾ ഈവൻ നമ്പറായിട്ട് അല്ലെങ്കിൽ ഇരട്ട സംഖ്യയായിട്ട് എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് പാർട്ട് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു സെക്കൻഡ് പാർട്ട് കൂടെ നമുക്ക് വീഡിയോ ഉണ്ടാകും. അതിൽ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് എല്ലാ നമ്പേഴ്സിനെയും അതുപോലെ തന്നെ റിമൈൻഡർ വരുന്ന മോഡൽ നമ്പേഴ്സും ഒക്കെ നമ്മൾ അവിടെ കൈകാര്യം ചെയ്യും. ആ വീഡിയോ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ 4 അക്ക സംഖ്യയാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി അടുത്ത ഒരു 5 അക്ക സംഖ്യ ആക്കാം അല്ലേ? 8 4 8 6 2. ഇനി നമുക്കൊരു 3 അക്ക സംഖ്യ ഇട്ടാലോ? 3 ഡിജിറ്റ് നമ്പർ 8 6 4. ഓക്കെ, ഇനി ഒരു 4 ഡിജിറ്റ് നമ്പർ തന്നെ ഇടാം. 8 4 6 8 divided by 2 divided by 2. 8. എട്ടാമത്തെ ക്വസ്റ്റ്യൻ 4 6 8 2. അടുത്ത ക്വസ്റ്റ്യൻ 6 4 6 2.
ഡിവൈഡഡ് ബൈ 2. 10th ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു ചലഞ്ച് ആയിക്കോട്ടെ. വലിയ ക്വസ്റ്റ്യൻ ഇടാം അല്ലേ? 8 4 6 8 4 6 8. ഇത്രയും വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് എന്താണ് ആൻസർ ഷീറ്റിലോ ക്വസ്റ്റ്യൻ പേപ്പറുകളിലോ ഒന്നും കാണാനൊന്നും പറ്റത്തില്ല. നമ്മുടെ പ്രാക്ടീസിന് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ 2 കൊണ്ട് ഭാഗിക്കുന്നതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്. കാര്യം ഇവിടെ നമ്മളെല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നത് 2 ഡിജിറ്റ് ഈവൻ നമ്പർ മാത്രമാണ്. അതായത് ഇരട്ട സംഖ്യകൾ മാത്രമാണ് ഇവിടെ നമ്മൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇനി ഒറ്റ സംഖ്യകൾ കൂടെ വരുമ്പോൾ അല്ലെങ്കിൽ മിക്സഡ് ആയിട്ട് വരുമ്പോൾ എങ്ങനെ ഉണ്ടാകും അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കണം. ഇൻ ബിറ്റ്വീൻ ആയിട്ട് 0 വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് സ്റ്റെപ്പ് കൂടെ നമുക്ക് പഠിക്കണം. നമുക്കിപ്പോൾ കുറേശ്ശെ പഠിക്കാം. അത് ഡീപ്പായിട്ട് പഠിക്കാം, വൃത്തിയായിട്ട് പഠിക്കാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് പഠിക്കുക. ചെയ്ത് പഠിച്ചതിന് ശേഷം നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ തന്നെ കമൻ്റ് ആയിട്ട് ഇടുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.